കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിക്രമാദിത്യനെ പറ്റിയും നാരായണത്വ ഭ്രാന്തനെ പറ്റിയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ആ വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട പഞ്ചമിയിലുണ്ടായ 12 മക്കളാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നത്. സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയ 12 മക്കളും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു. എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് ഈ ഐതിഹ്യം നൽകുന്നത്. ഇനി നമുക്ക് പറയിപ്പിച്ച പന്തിരുകുലത്തിന്റെ കഥ കേൾക്കാം. ഒരു ദിവസം പണ്ഡിതശ്രേഷ്ഠനായ വരരുചിയോട് വിക്രമാദിത്യൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഏതാണ് രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ വരി എന്നതായിരുന്നു ചോദ്യം. വരരുചി എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കണ്ടെത്താനായില്ല. ഒടുവിൽ വരരുചി വിക്രമാദിത്യനോട് ഉത്തരം കണ്ടെത്താനായി കുറച്ച് സമയം ആവശ്യപ്പെട്ടു. വിക്രമാദിത്യൻ വരരുചിക്ക് 41 ദിവസത്തെ സമയം നൽകി. അങ്ങനെ വരരുചി ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. 40-ാം ദിവസമായിട്ടും വിക്രമാദിത്യന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ വരരുചിക്ക് കഴിഞ്ഞില്ല. അന്ന് വനത്തിലൂടെയുള്ള യാത്രാമധ്യേ വിശ്രമിക്കാനായി അദ്ദേഹം ഒരു ആൽമര ചുവട്ടിലിരുന്നു. വനദേവതമാരെ പ്രാർത്ഥിച്ച് വിശ്രമിക്കവേ വരരുചി ഉറങ്ങിപ്പോയി. അതേ ആൽമരത്തിലായിരുന്നു വനദേവതമാർ വസിച്ചിരുന്നത്. അവർ അടുത്തുള്ള പറയി വീട്ടിൽ പ്രസവത്തിന് പോകാനായി കൂട്ടുകാരായ ദേവതമാർ വിളിച്ചിട്ടും പോവാതെ വരരുചിക്ക് കൂട്ടിരുന്നു. പ്രസവത്തിന് പോയിരുന്നവർ വനദേവതമാരോട് സംസാരിക്കുന്നത് കേട്ട് വരരുചി ഉണർന്നു. ആ പറയിക്കുണ്ടായ പെൺകുഞ്ഞിന്റെ ഭാവി ഭർത്താവ് ആരായിരിക്കും? മാം വിധി എന്നതിന്റെ അർത്ഥം പോലും അറിയാത്ത ഈ വരരുചി ആയിരിക്കും. വിക്രമാദിത്യന്റെ ചോദ്യത്തിനുള്ള ഉത്തരം വനദേവതമാരുടെ ഈ സംഭാഷണത്തിൽ നിന്നും വരരുചിക്ക് ലഭിച്ചു. ആ സന്തോഷത്തിൽ വരരുചി വിക്രമാദിത്യ സദസ്സിലെത്തുകയും രാമായണം അയോധ്യാകാന്ഡത്തിലെ ശ്ലോകം 8 വിധത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛ തദാ യഥാസുഖം. അതായത്, വനവാസത്തിന് പോകുന്നതിന് മുൻപ് ലക്ഷ്മണന് സുമിത്ര നൽകുന്ന ഉപദേശമാണ് ഈ ശ്ലോകം. രാമനെ ദശരഥനായും സീതയെ അമ്മയായും അടവിയെ അതായത് വനത്തെ അയോധ്യയായും കരുതുക എന്നതാണ് ഈ വരികളുടെ അർത്ഥം. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സീതയെ അമ്മയായി കരുതുക എന്ന മാം വിദ്ധി ജനകാത്മജാം എന്ന വരിയാണ്. ശരിയായ ഉത്തരം നൽകിയ വരരുചിയെ വിക്രമാദിത്യൻ അഭിനന്ദിച്ചു. വരരുചിക്ക് ഏറെ സന്തോഷമായി. എന്നാൽ വനദേവതമാരുടെ ഭാവി പ്രവചനം ഓർത്തപ്പോൾ വരരുചി പരിഭ്രാന്തനായി. ഭാവിയിൽ ആ പറയി പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ ആ പെൺകുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വരരുചി തീരുമാനിച്ചു. അങ്ങനെ ഈ പെൺകുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് രാജ്യത്തിന് ആപത്താണെന്ന് അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ ധരിപ്പിച്ചു. ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിനെ നെറ്റിയിൽ തീപ്പന്തം തറച്ച് വാഴത്തട കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ നദിയിൽ ഒഴുക്കിയാൽ മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. രാജകൽപ്പന പ്രകാരം ഭടന്മാർ വരരുചിയുടെ ഇംഗിതം നടപ്പാക്കി. മേഴത്തോൾ അഗ്നിഹോത്രി, പാക്കനാർ, രജകൻ, വള്ളോൻ, നാരായണത്വ ഭ്രാന്തൻ, കാരയ്ക്കൽ അമ്മ, അകവൂർ ചാത്തൻ, വടുതല നായർ, പാണനാർ, ഉപ്പുകൂറ്റൻ, പുളിയന്നൂർ പെരുന്തച്ചൻ, വായില്ലാ കുന്നിലപ്പൻ ഇവരാണ് പറയിപ്പെറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നത്. മനുഷ്യൻ ഏകവർഗമാണെന്നും അവന് ജാതിയില്ല എന്നുമുള്ള പൊരുളാണ് ഈ ഐതിഹ്യ കഥ നമുക്ക് തരുന്നത്. ഈ സന്തതി പരമ്പരയിലെ ബാക്കി 11 മക്കളെയും സമൂഹത്തിലെ വിവിധ തട്ടിലുള്ള വ്യക്തികൾ എടുത്തു വളർത്തി. വരരുചിയുടെയും പഞ്ചമിയുടെയും 12 മക്കളാണ് പറയിപ്പെറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നത്. പറയിപ്പെറ്റ പന്തിരുകുലത്തിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ?